Good afternoon. Today discussing about the topic motivation and goal setting employability. Motivation is an energy within the person characterized by affective arousal and anticipatory goal relations. MC Donald FC. MC ഡൊണാൾഡ് എഫ് സി കൃത്യമായ ഒരു നിർവചനം മോട്ടിവേഷന് നൽകിയതാണ് നമ്മളിപ്പോൾ കേട്ടത്. മോട്ടിവേഷൻ ഈസ് ആൻ എനർജി വിതിൻ ദ പേഴ്സൺ ക്യാരക്ടറൈസ്ഡ് ബൈ അറൗസൽ ആൻഡ് ആൻറ്റിസിപ്പേറ്ററി ഗോൾ റിലേഷൻസ്. Certain kind of psychological tensions involved in motivation and helps the individual to sustain his or her efforts towards goal realization. Biological and psychological drives as food, rest, air, love, sex, these are the survival motives. Social motives, ego integratives, so these are the influence on behavior. Motivation occupies a main position in life situation, directing an energy of a person towards a goal is the function of motivation. There are two types of motivation, intrinsic motivation and extrinsic motivation. What is the intrinsic motivation? First is the intrinsic motivation, which is driven an interest or enjoy in the task itself. That is the intrinsic motivation. And the extrinsic motivations performance of an individual activity in order to attain outcome. That is the intrinsic or extrinsic motivation. ഇൻട്രിൻസിക് മോട്ടിവേഷനും എക്സിൻട്രിൻസിക് മോട്ടിവേഷനെയും കുറിച്ച് പറയുന്നുണ്ട്. ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് തരത്തിലാണ് നമുക്ക് മോട്ടിവേഷൻ പറയാനുള്ളത്, ഇൻട്രിൻസിക് മോട്ടിവേഷനും എക്സ്ട്രിൻസിക് മോട്ടിവേഷനും. ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ഡ്രൈവ്സ് ഇൻട്രസ്റ്റ് ഓർ എൻജോയ്മെൻറ്റ് ഇൻ ദ ടാസ്ക് ഇറ്റ് സെൽഫ്. അത് നമ്മൾ നമ്മുടെ ജോലിയിൽ നിന്നും മറ്റും നമ്മൾ സ്വയം നേടിയെടുക്കുന്ന ഒന്നാണ്. എന്നാൽ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ അങ്ങനെയല്ല. പെർഫോമൻസ് ഓഫ് ആൻ ആക്ടിവിറ്റി ഇൻ ഓർഡർ ടു അറ്റൈൻ ദ ഔട്ട്കം. നമ്മുടെ പെർഫോമൻസിൽ നിന്ന് മറ്റുള്ളവർ നമുക്ക് നൽകുന്നതാണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മോട്ടിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇസ് ആൻ എനർജി ചേഞ്ച് വിതിൻ ദ പേഴ്സൺ ക്യാരക്ടറൈസ്ഡ് ബൈ എഫക്റ്റീവ് അറൗസൽ ആൻഡ് ആൻറ്റിസിപ്പേറ്ററി ഗോൾ റിലേഷൻസ് എന്നാണ് MC ഡൊണാൾഡ് എഫ് ജെ ഇദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന നല്ല വാക്കുകളായിരിക്കാം നമ്മുടെ മോട്ടിവേഷൻ. എന്ന് വെച്ചാൽ നമ്മുടെ പ്രവൃത്തിയെ സ്വാധീനിക്കുന്ന ഒന്നാണ് നമുക്ക് കിട്ടുന്ന മോട്ടിവേഷൻ എന്ന് പറയുന്നത്. മെനി തിയറീസ് ആൻഡ് മോഡൽസ് ഓഫ് മോട്ടിവേഷൻ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ വേരിയസ് സൈക്കോളജിസ്റ്റ്. ദ കോൺഷ്യസ് motivation could be more positive and unconscious motivation sometimes may be lead to achievement. നമുക്ക് കോൺഷ്യസ് ആയിട്ടുള്ള മോട്ടിവേഷനും അൺകോൺഷ്യസ് മോട്ടിവേഷനും ഉണ്ട്. Many theories and models motivations are introduced by various psychologists. The conscious motivation could be more positive and unconscious motivation sometimes may lead to achievement. അപ്പോൾ മോട്ടിവേഷൻ ആൻഡ് ഗോൾ സെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? മോട്ടിവേഷൻ ഈസ് എ എനർജി വിതിൻ ദ പേഴ്സൺ ക്യാരക്ടറൈസ്ഡ് ബൈ എഫക്റ്റീവ് അറൗസൽ ആൻഡ് ആൻറ്റിസിപ്പേറ്ററി ഗോൾ റിലേഷൻസ് എന്നാണ് MC ഡൊണാൾഡ് മോട്ടിവേഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. രണ്ട് തരത്തിലുള്ള മോട്ടിവേഷനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഒന്ന് ഇൻട്രിൻസിക് മോട്ടിവേഷനും മറ്റൊന്ന് എക്സ്ട്രിൻസിക് മോട്ടിവേഷനുമാണ്. ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എൻജോയ്മെൻറ്റ് ദ ടാസ്ക് ഇറ്റ് സെൽഫാണ്. എന്നാൽ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ഓഫ് ആൻ ആക്ടിവിറ്റി ഇൻ ഓർഡർ ടു അറ്റൈൻ ആൻ ഔട്ട്കം. അതാണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എംപ്ലോയബിലിറ്റി
employability has been defined as the capacity of getting and keeping satisfactory work. എന്താണ് എംപ്ലോയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാസ് ബീൻ ഡിഫൈൻ, അതിനെ ഡിഫൈൻ ചെയ്യുന്നത് ദ കപ്പാസിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻഡ് കീപ്പിംഗ് സാറ്റിസ്ഫാക്ടറി വർക്ക് എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ ഒരു ജോബ് എന്ന് പറയുന്നത് നമ്മുടെ ഏണിങ്സിനേക്കാളും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് ഏറ്റവും വലുതെന്ന് പറയുന്നത്. ഒരുപാട് പണം സമ്പാദിക്കാൻ കഴിഞ്ഞാലും ചില ജോലികൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടാറില്ല. എന്നാൽ ഒരു ഗെറ്റിംഗ് ആൻഡ് കീപ്പിംഗ് സാറ്റിസ്ഫാക്ടറി വർക്കാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എംപ്ലോയബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എംപ്ലോയബിലിറ്റി സ്കിൽ ഈസ് ഡിഫൈൻഡ് ആസ് set of achievements, understanding of personal attributes that make individuals more likely to gain employment and successful in their chosen occupation. നമ്മൾ എന്തിനാണ് ജോലി എടുക്കുന്നത്? ഏണിങ്സിന് മാത്രമാണോ? അല്ല, നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എംപ്ലോയ് ആയി മാറുന്നത്. എംപ്ലോയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേ കപ്പാസിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻഡ് കീപ്പിംഗ് സാറ്റിസ്ഫാക്ടറി വർക്ക് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു എംപ്ലോയബിലിറ്റി സ്കിൽസ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. എംപ്ലോയബിലിറ്റി സ്കിൽസ് ഇൻവോൾവ് ട്രാൻസ്ഫറബിൾ സ്കിൽസ് ഓർ പേഴ്സണൽ സ്കിൽസ്. വാട്ട് യു മീൻ ട്രാൻസ്ഫറബിൾ സ്കിൽസ്? Skills developed in one area, a person's life can be transferred to other area. ഇതാണ് ട്രാൻസ്ഫറബിൾ സ്കിൽസ് എന്ന് പറയുന്നത്. നമ്മൾ സ്കിൽ നേടിയെടുക്കും, പക്ഷേ ആ സ്കില്ല് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്നത് ഒരു പക്ഷേ നമുക്ക് ആ ഏരിയയിൽ ആയിരിക്കില്ല, മറ്റൊരു ഏരിയയിലായിരിക്കാം. ഓർ പേഴ്സണൽ സ്കിൽസ് എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്, എംപ്ലോയബിലിറ്റി സ്കില്ലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എംപ്ലോയബിലിറ്റി സ്കിൽസ് ഇൻവോൾവ്സ് ട്രാൻസ്ഫറബിൾ സ്കിൽസ് ഓർ പേഴ്സണൽ സ്കിൽസ്. ട്രാൻസ്ഫറബിൾ സ്കിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കിൽസ് ഡെവലപ്ഡ് ഇൻ വൺ ഏരിയ, എ പേഴ്സൺസ് ലൈഫ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ടു അതർ ഏരിയാസ്. ദാറ്റ് ഈസ് കോൾഡ് ദി ട്രാൻസ്ഫറബിൾ സ്കിൽസ് ഓർ പേഴ്സണൽ സ്കിൽസ്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ മറ്റ് ഘടകങ്ങൾ എന്ന് നോക്കാം. ആസ് ദീസ് ആർ ദി കോണ്ടെക്സ്റ്റ് ഓഫ് കരിയർ ഡെവലപ്മെൻറ്റ് പ്ലാനിങ്, ദാറ്റ് ഈസ് കോൾഡ് ദി കരിയർ മാനേജ്മെൻറ്റ്. കരിയർ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കരിയർ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ദേ ആർ ഓൾസോ കാൾഡ് കരിയർ മാനേജ്മെൻറ്റ്. നമ്മളൊരു കരിയർ മാനേജ്മെൻറ്റ് ഡെവലപ്പ് ചെയ്യാനും പ്ലാൻ ചെയ്യുന്നതും ഏതിലൂടെ ആയിരിക്കും? നമ്മുടെ എംപ്ലോയബിലിറ്റിയിലൂടെ ആയിരിക്കും. വാട്ട് ആർ ദ ആസ്പെക്ട്സ് ഓഫ് ദി എംപ്ലോയബിലിറ്റി? നമുക്ക് അടുത്തൊരു ഭാഗം നോക്കാം. വാട്ട് ആർ ദ ആസ്പെക്ട്സ് ഓഫ് എംപ്ലോയബിലിറ്റി? എംപ്ലോയബിലിറ്റിനെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ആസ്പെക്ട് ചെയ്യുന്ന മറ്റ് ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, first one, knowledge and abilities to particular job. Next is the ability to identify the job opportunities. Third one is the application and interviews or self-presentation. These are the aspects of employabilities. Employabilities എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് അതിലത്തെ ഘടകങ്ങൾ എന്ന് വെച്ചാൽ, ഒന്നാമത് പറയുന്നത് നോളജ് ആൻഡ് എബിലിറ്റീസ് റിലേറ്റഡ് ടു ഡു എ പർട്ടിക്കുലർ ജോബ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എബിലിറ്റി ടു ഐഡൻറ്റിഫൈ സ്യൂട്ടബിൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ്. ആൻഡ് നെക്സ്റ്റ് ഈസ് ദി സെൽഫ് പ്രസൻറ്റേഷൻ ഈസ് ദ employability of the man. Aspects of the employability includes, next point, external factors. External factors. Personal circumstance is the external factors. നമുക്ക് മെയിൻ employability skills ഏതൊക്കെയാണെന്ന് നോക്കാം. വെർബൽ കമ്മ്യൂണിക്കേഷൻ,
written communication, flexibility, pursuing, teamwork, leadership, planning and organizing. These are the main employability skills. മെയിൻ എംപ്ലോയബിലിറ്റി സ്കിൽസിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വെർബൽ കമ്മ്യൂണിക്കേഷൻ. വാട്ട് ഡു യു മീൻ വെർബൽ കമ്മ്യൂണിക്കേഷൻ? വെർബൽ കമ്മ്യൂണിക്കേഷൻ മീൻസ് എക്സ്പ്രസിംഗ് വൺസ് ഐഡിയാസ് clearly and confidently in speech. That is the verbal communication. Verbal communication, ability to express oneself clearly in writing, that is the written communication. Next is the pursuing, teamwork, leadership, planning and organizing. These are the main employability skills. Aspects of skills നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മെയിൻ എംപ്ലോയബിലിറ്റി സ്കിൽസ് ആണ്. മെയിൻ എംപ്ലോയബിലിറ്റി സ്കിൽസിൽ 4 കാര്യങ്ങൾ പറഞ്ഞു. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ, വെർബൽ കമ്മ്യൂണിക്കേഷൻ, പർസ്യൂഡിംഗ്, ടീം വർക്ക്, ലീഡർഷിപ്പ്, പ്ലാനിംഗ് ആൻഡ് ഓർഗനൈസിംഗ്. These points are including of the main employability skills. Aspects of skills, main employability skills. ഈ സ്കിൽസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രം നമുക്ക് എംപ്ലോയബിലിറ്റി അതിൻ്റെ പെർഫെക്ഷനിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കില്ല. ഇനിയും ചില ഘടകങ്ങൾ കൂടി അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ആ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ആ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഏതാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺസ് കമ്പ്യൂട്ടിംഗ് സ്കിൽസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു കമ്പ്യൂട്ടേഷണൽ സ്കിൽ, റൈറ്റിംഗ് സ്കിൽ, റിട്ടേൺ സ്കിൽസ് ഇതൊക്കെ എന്താണ് വളരെ പ്രധാനപ്പെട്ട സ്കില്ലുകളാണെന്നും ആ സ്കിൽസുകൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത് എവിടെയാണ്? ഒരു എംപ്ലോയി ആയി മാറുമ്പോഴാണ്. അപ്പോൾ ഏതൊക്കെയാണ് അതർ മെയിൻ എംപ്ലോയ്മെൻറ്റ് സ്കിൽസ് എന്ന് നോക്കാം. കമ്പ്യൂട്ടേഷണൽ സ്കിൽസ്, സോഷ്യൽ സ്കിൽസ്, പഞ്ച്വാലിറ്റി, കോപ്പറേറ്റീവ്, ബേസിക് അക്കാഡമിക് സ്കിൽസ്, enthusiasm, responsible, self-control, next job hunting, decision making, next problem solving, time management. ഇത്രയും ഘടകങ്ങൾ കൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തണം, നമ്മുടെ മെയിൻ എംപ്ലോയബിലിറ്റി സ്കിൽസിൽ ഉൾപ്പെടുത്തണം. റെസ്പോൺസിബിൾ ആയിരിക്കണം. നമ്മളൊരു ജോലി ഏറ്റെടുക്കുമ്പോൾ അതിനെ അതിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിൾ മെൻറ്റാലിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. അടുത്തതായിട്ട് പറയുന്നത് സോഷ്യൽ സ്കിൽസ് ആണ്. സോഷ്യൽ സ്കിൽസ്, സൊസൈറ്റിയോട് നമുക്കുണ്ടാകുന്ന ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അത് നമ്മൾ നമ്മുടെ ജോലിയിലൂടെ കാണിക്കണം. അതേപോലെ സെൽഫ് കൺട്രോൾ, നമ്മൾ കൺട്രോൾഡ് ആയിരിക്കണം. സെൽഫ് കൺട്രോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ സ്വയം കൺട്രോൾ ചെയ്യാൻ കഴിയുന്നവരായിരിക്കണം. പഞ്ച്വാലിറ്റി, നമുക്ക് നമ്മുടെ ജോലിയിൽ അതിൻ്റേതായിട്ടുള്ള ഒരു കൃത്യനിഷ്ഠത പാലിക്കാനായിട്ട് സാധിക്കണം. കോപ്പറേറ്റീവ്, മറ്റു പല വ്യത്യസ്ത ക്യാരക്ടറുകൾ ഉൾക്കൊള്ളുന്നതായിട്ടുള്ള എംപ്ലോയീസ് നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. അവരോടുകൂടി കോപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു മനോഭാവം നമ്മളിൽ ഉണ്ടായിരിക്കണം. enthusiasm, നമ്മൾ പഠിച്ചത് മാത്രമല്ല നമ്മൾ അതിനേക്കാൾ അപ്പുറത്തേക്ക് ചില വർക്കുകൾ ചെയ്യേണ്ടതായിട്ട് വരും. അന്നേരം നമുക്ക് ഏത് ജോലിയും അത് ചെയ്യാനുള്ള ഒരു enthusiasm നമ്മളിൽ ഉണ്ടായിരിക്കണം. പിന്നെ ബേസിക് അക്കാഡമിക് സ്കിൽസ് എന്ന് പറയുന്നത് നമ്മളിൽ ഓൾറെഡി ഉണ്ടായിരിക്കണം എന്നുള്ളത് അറിയാവുന്ന കാര്യമാണ്. കാരണം അക്കാഡമിക് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുകയും അതേപോലെ തന്നെ അത് നേടിയെടുക്കുമ്പോഴുമാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഒരു നല്ല ജോബ് ഹണ്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ മെയിൻ എംപ്ലോയബിലിറ്റി സ്കിൽസിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങളാണ് നമ്മൾ പറഞ്ഞ വെർബൽ കമ്മ്യൂണിക്കേഷൻ, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ, പ്ലാനിംഗ് ആൻഡ് ഓർഗനൈസിംഗ്, റെസ്പോൺസിബിലിറ്റി, സെൽഫ് കൺട്രോൾ, സെൽഫ് മോട്ടിവേഷൻ ആൻഡ് social skills and cooperatives. These points are including of the main employability skills എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇത് മാത്രമല്ല ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ലെവൽസ് ആൻഡ് എബിലിറ്റി റിക്വയർഡ് ദി എലിജിബിൾ പേഴ്സൺ. ഒരു എലിജിബിൾ പേഴ്സൺ എന്ന് പറയുമ്പോൾ 1-2 ഘടകങ്ങൾ കൂടി നമുക്ക് പറയേണ്ടി വരും. ഒന്നാമത് പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി. നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത് ആ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിരിക്കണം. അത് നമ്മുടെ ജോലിയുടെ ഭാഗമാണ്. എന്തിനാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? നമ്മുടെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ആ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കണം? ക്ലിയർ മെസ്സേജായി മറ്റുള്ളവരിലേക്ക്
എത്തിക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ അവിടെ പറയുന്നൊരു പോയിന്റാണ് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി. നെക്സ്റ്റ് എന്ന് പറയുന്നത് റെസ്പോണ്ട് ടു റിട്ടേൺ. നമുക്ക് എന്ത് കാര്യവും എഴുതി വ്യക്തമായി അറിയിക്കാനായിട്ട് സാധിക്കണം. അതിനുള്ള ഒരു കഴിവാണ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഏബിൾ ടു വർക്ക് അണ്ടർ ഡയറക്ഷൻ ആൻഡ് ഇനിഷ്യേറ്റീവ്. ഒരു ഇൻഡിപെൻഡൻസ് ഉണ്ടായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോലിയിൽ നമുക്കൊരു പ്രൊഫഷണലിസം കൊണ്ടുവരാനായിട്ട് സാധിക്കണം. കോൺഫിഡൻസ് ആയിരിക്കണം. നമ്മൾ ചെയ്യുന്ന ജോലി പ്രൊഫഷണലിസം ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കണം. നമുക്ക് നമ്മുടെ ജോലിയിൽ തന്നെ എന്തുണ്ടായിരിക്കണം? ഒരു ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം. നമ്മൾ ചെയ്യുന്നത് കാര്യങ്ങൾക്ക് ഒരു കൃത്യത വന്നാൽ തന്നെ അവിടെ നമ്മൾ ഈ കോൺഫിഡൻ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇന്റർപേഴ്സണൽ സെൻസിറ്റിവിറ്റി respects different viewpoints and open to the ideas and view to others. നമുക്ക് നമ്മുടെ ഐഡിയകൾ മാത്രമല്ല, view to others, മറ്റുള്ളവരുടെ ഐഡിയാസ് കൂടി നമ്മൾ എവിടെ ആഡ് ചെയ്യേണ്ടി വരും? നമ്മുടെ ജോലിയുടെ ഭാഗമായി നമുക്ക് സ്വീകരിക്കേണ്ടി വരും. മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളെ വ്യക്തമായി കേട്ട് അതിലെ പോസിറ്റീവ് വശങ്ങളെ ഉൾക്കൊള്ളാനും നമ്മളുണ്ടാക്കുന്ന നെഗറ്റീവ്സുകളെ തിരുത്താനും നമ്മൾ തയ്യാറായിരിക്കണം. ദാറ്റ് ഈസ് ദി ഇന്റർപേഴ്സണൽ സെൻസിറ്റീവ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. മാത്രമല്ല ജനറേറ്റ്, അപ്ലൈ, ഇന്നോവേറ്റ് ഐഡിയാസ്. പുതിയ ഐഡിയകൾ നമ്മുടെ ജോലിയിൽ കൊണ്ടുവരിക എന്ന് പറയുന്നതും മറ്റൊരു എംപ്ലോയബിലിറ്റിയുടെ മറ്റൊരു മെത്തേഡാണ്. പുതിയ ആശയങ്ങൾ കൊണ്ടുവരിക, അതോടൊപ്പം തന്നെ പുതിയ ഐഡിയകൾ കിട്ടിക്കഴിഞ്ഞാൽ അതൊന്ന് പരീക്ഷിച്ച് നോക്കാൻ, പോസിറ്റീവായിട്ടുള്ള വശങ്ങൾ അതിനുണ്ടെങ്കിൽ അതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇതൊക്കെ തന്നെയാണ് നമ്മൾ എംപ്ലോയബിലിറ്റിയിൽ ചെയ്തു വരേണ്ട മറ്റ് ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഒരു ഇൻഅപ്രോപ്രിയേറ്റ് ബിഹേവിയർ, അതായത് ഇൻഅപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻസ് ബിഹേവിയർ നമ്മളിൽ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു മെയിൻ്റനൻസ് എഫക്റ്റീവ് പെർഫോമൻസ് അണ്ടർ പ്രഷർ. നമുക്ക് നമ്മുടെ കീഴിലുള്ള അല്ലെങ്കിൽ നമുക്ക് മുകളിലിരിക്കുന്നവരുടെ പ്രഷറിനെയൊക്കെ ശരിയായ രീതിയിൽ ഒരു മെയിൻറ്റെയിൻ എഫക്റ്റീവ് കൊണ്ടുവരാൻ സാധിക്കുക. ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ മറ്റുള്ളവർക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുക. ദീസ് പോയിന്റ്സ് ആർ ഇൻക്ലൂഡിങ് ഓഫ് ദി എംപ്ലോയബിലിറ്റി. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിരിക്കുന്ന 2 ഭാഗങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് മോട്ടിവേഷൻ ആൻഡ് ഗോൾ സെറ്റിംഗ്, മറ്റൊന്ന് പറയുന്നത് എംപ്ലോയബിലിറ്റിയാണ്. മോട്ടിവേഷൻ ആൻഡ് ഗോൾ സെറ്റിങ്ങും എംപ്ലോയബിലിറ്റിയും ഷോർട്ട് നോട്ടായിട്ട് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യവുമാണ്. താങ്ക് യു. എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക, പഠിക്കുക.